സി കെ ശൈലജൻ ഇന്നും മറ്റാരുമല്ല, ഇന്ന് നമ്മുടെ എം മണിയാശ പറയുകയാണ് ആ മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വനം വകുപ്പും സർക്കാരും സംരക്ഷണം നൽകണം എന്ന് പറയുന്നത് എം മണിയാണ്. ഇപ്പോൾ ഈ 72 നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള ഈ പറയുന്ന കൺഫ്യൂഷൻ അവിടെ നിൽക്കട്ടെ. അതല്ലാതെ പരിമിതമായ അധികാരത്തിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളില്ലേ സി കെ ശശീന്ദ്രൻ? ഇപ്പോൾ വന്യമൃഗശല്യത്തിനെതിരെ വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാം, അത് നടപ്പിലാക്കാം, ചെയ്യേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മൾ വേണ്ട വിധത്തിൽ അത് ചെയ്തോ? ഇപ്പോൾ വരെ നഷ്ടപരിഹാരം 50 ലക്ഷമാക്കണമെന്ന് ആവശ്യം ഇപ്പോൾ ഉയരുന്നുണ്ടല്ലോ. അതിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ടോ? ഇപ്പോൾ വനത്തിൽ അധികമുള്ള മൃഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. കേരളത്തിന് പുറത്ത് ഈ വന്യമൃഗങ്ങളുടെ എണ്ണം കുറവുള്ള മറ്റു വനങ്ങളിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നമുക്ക് കേന്ദ്രത്തിന് കത്തെഴുതാവുന്നതാണ്. 620 കോടിയുടെ പദ്ധതിക്ക് നമ്മൾ കേന്ദ്രത്തിലേക്ക് നോക്കിയിരിക്കാതെ ഇപ്പോൾ ഇന്ന് കിഫ്ബിയിൽ നിന്ന് പണം അനുവദിക്കാൻ തീരുമാനിച്ചില്ലേ? അത് നേരത്തെ ചെയ്യാവുന്നതല്ലേ? നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാതെ കേന്ദ്രത്തിലേക്ക് നോക്കി എന്നിട്ട് കാര്യമുണ്ടോ സി കെ ശശീന്ദ്രൻ? നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം, അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ പലതും ചെയ്യണമെങ്കിൽ ഇപ്പം നിങ്ങളിവിടെ പറഞ്ഞല്ലോ, വന്യമൃഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം. അതിന് കേന്ദ്ര ഗവൺമെൻറ് അനുവാദം വേണം. നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഒരു വന്യമൃഗത്തെ കാട്ടിൽ നിന്ന് മൃഗശാലയിലേക്ക് അയക്കണമെങ്കിൽ പോലും എന്തെല്ലാം നിബന്ധനകളുണ്ട്, കുറേ നിബന്ധനകളുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഇതെല്ലാം കേരള നിയമസഭ ഏകകണ്ഠമായി കഴിഞ്ഞ ദിവസം പാസ്സാക്കിയിരിക്കുകയാണ്. അതിൽ മാത്യു കൊഴുനാടൻ MLA ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം അറിയാമല്ലോ. അപ്പൊ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ വ്യാഖ്യാനിച്ചിട്ട് കേരളത്തിന് പുറത്ത് വന്യജീവികൾ കുറവുള്ള വനത്തിലേക്ക് ഈ മൃഗങ്ങളെ മാറ്റാൻ അനുവാദം തരണം എന്നാവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിന് കത്തെഴുതണം. അങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും പിന്നെ കേരളത്തിലെ ഗവൺമെന്റും മറ്റു കാര്യങ്ങളും എല്ലാം പരസ്പരം എഴുത്തുകുത്തുകളും കാര്യങ്ങളും ഇവിടുത്തെ സ്ഥിതിവിശേഷമൊക്കെ അറിയിക്കുന്നുണ്ട്. അതിനെല്ലാം മാറ്റം വരണം. യാത്ര വിചാരിച്ചാൽ കഴിയുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ കർണാടകയിൽ ഇപ്പം വനവകുപ്പ് മന്ത്രിയുടെ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ഷിയാസും എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഷംസാസും മരിക്കാരും പറഞ്ഞു. ഇന്നലെ അവിടെ ആന ചവിട്ടിയിട്ട് ഒരാൾ മരിച്ചല്ലോ. കർണാടകയിൽ നിന്ന് 2 ആന ഇങ്ങോട്ട് വന്നല്ലോ. അതുകൊണ്ട് കർണാടകയിലെ വനവകുപ്പ് മന്ത്രി രാജിവെക്കണം. അയാൾ ഒന്നിനും കൊള്ളാത്തതെന്ന് പറയാൻ കഴിയുമോ? ഈ അങ്ങനെയൊന്നും ഞങ്ങളാരും ബാലിശമായി കാര്യങ്ങൾ ഉന്നയിക്കുന്നേ ഇല്ല. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ശരിയല്ല. ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളെല്ലാം അതിൻ്റെ പോരാട്ടത്തിലാണ്, പ്രക്ഷോഭത്തിലാണ്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് വയനാട്ടിലെ LDF നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫീസിന് മുമ്പിൽ സമരം ചെയ്തവരാണ് ഞങ്ങളൊക്കെ. എന്തിനാണ്? സംസ്ഥാനം തീരുമാനിക്കാവുന്നേ ഉള്ളൂ സർ. ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയി സമരം ചെയ്യേണ്ട കാര്യമില്ല. അത് സംസ്ഥാനത്തിന് തീരുമാനിക്കാവുന്നതാണ് 50 ലക്ഷമാക്കുന്നത്. അല്ലെങ്കിലും കേന്ദ്രം 10 തരൂ, അല്ലെങ്കിൽ കേന്ദ്രം ഒരു ചെറിയ തുക അല്ലെങ്കിലും തരൂ. ഇപ്പം മഹാരാഷ്ട്രയിൽ എത്രയാണ്? 20 ലക്ഷമാകുന്നത് സംസ്ഥാനത്തിൻ്റെ പണം കൂടി ചേർത്ത് കൊടുക്കലാണ്. സിക്ക് എന്തോ ചെറിയ കൺഫ്യൂഷൻ. ഇപ്പോൾ എത്താം, 1 മിനിറ്റ്. ശ്രീ VP ശ്രീധരനാഭൻ ഇവിടെ 1 മിനിറ്റ്. സിക്കെ പറഞ്ഞു കൊടുത്തേക്കുള്ളൂ. തുടങ്ങിയ 8 സ്കീമുകളിൽ തന്നിരിക്കുന്നത് 12.73 കോടി രൂപയാണ്. അപ്പോൾ വ്യക്തമായി കാര്യങ്ങൾ പറയാനിട്ട് കാര്യമില്ല. അതുകൊണ്ട് വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ്. സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവാദിത്വം ഇല്ല ഞങ്ങളാരും പറയുന്നില്ല. ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനനുസരിച്ച് മന്ത്രിസഭ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വയനാടിൻ്റെ മാത്രം വിഷയമല്ല എന്നുള്ളത് കൊണ്ട് ഇന്ന് കുറച്ച് പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി വേഗത വർദ്ധിക്കണം, അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ എന്ത് ചെയ്യണമെങ്കിലും ഒന്നിച്ചിരുന്ന് പാസ്സാക്കിയതല്ലേ മാത്യു കൊഴുനാടനും MLA-മാരും എല്ലാം ഒന്നിച്ചിരുന്ന്. എന്നാൽ പിന്നെ ഞങ്ങളോട് വിയോജിപ്പെട്ടെന്ന് പറയണ്ടേ? ഒരുമിച്ചിരുന്ന് പാസ്സാക്കിയ നിയമത്തെക്കുറിച്ച് പിറ്റേന്ന് വന്നിട്ട് അതിനെതിരായിട്ട് സമരം ചെയ്യുന്ന രീതി ശരിയാണോ? അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്താ? കർണാടകയിൽ എന്താ കോൺഗ്രസ്സുകാർ സമരം ചെയ്യാത്തത്? കർണാടക ഭരിക്കുന്ന കോൺഗ്രസ്സാണ്, ഇവിടെ ഭരിക്കുന്നത് രാഷ്ട്രീയമാണ്. വരായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനും കൂടി കാണണം. അങ്ങനെ ഇതിനെ കാണരുത്. ഞങ്ങൾ ഒന്നിച്ചാണ് വയനാട്ടിലെ ജനങ്ങൾ ഇതിനെ. അതിനകത്ത് UDF LDF ഞങ്ങൾ വേർതിരിച്ച് നിന്നിട്ടില്ല ഇതുവരെ. ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. കാരണം പൊതുവിഷയമാണിത്. ആ പൊതുവിഷയത്തിൽ നിയമങ്ങളുടെ ഇഷ്ടം പോലെ ഊരാക്കുടുക്കുകളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ വെള്ളമൊക്കെ എത്തിക്കുന്ന കഴിഞ്ഞ എല്ലാ വരൾച്ച കാലഘട്ടങ്ങളിലും ഞങ്ങളുടെ വയനാട് ജില്ലയിൽ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മനുഷ്യർക്ക് കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്തിരുന്നു. അതൊക്കെ ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അത് കുറച്ചും കൂടി വേഗത വർദ്ധിപ്പിക്കണം, അക്കാര്യത്തിൽ തർക്കമില്ല. അന്നത്തെ വരൾച്ചയേക്കാൾ രൂക്ഷമാണ് ഇപ്പോഴുള്ള വരൾച്ച. അപ്പോൾ പലതും ചെയ്യണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ കഴിയില്ല. പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രോജക്റ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. അവർ കിട്ടുന്നവരെ കാത്തിരിക്കാൻ പാടില്ല എന്നുള്ള വിശ്വാസക്കാർ തന്നെയാണ് ഞങ്ങളും. കാരണം അത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? അപ്പോൾ പകര സംവിധാനം എന്താണെന്ന് കുറിച്ച് ആലോചിക്കണം. ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കാർക്കും ഇല്ല. ഗവൺമെൻറ് മുമ്പാകെ അതിശക്തമായ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്.